കോൺഗ്രസ് എന്ന പാർട്ടി വർഷങ്ങളോളം അടക്കി വച്ചിരുന്ന പല പ്രധാനപ്പെട്ട ഭൂമികളും പിടിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. അതിന്റെ ആദ്യപടിയായി ഡൽഹി ജിംഖാന ക്ലബ്ബ് ഒഴിപ്പിക്കാൻ അതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് ഇതിനായി ഒഴിഞ്ഞു പോകാനായിട്ട് ജിംഖാനയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 1926 മുതൽ ക്ലബ്ബ് കൈവശപ്പെടുത്തിയിരിക്കുന്ന 53.4 ഏക്കർ സ്വത്ത് 15 ദിവസത്തിനുള്ളിൽ ഒഴിയാനാണ് നോട്ടീസ് നൽകിയത്. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപവും മധ്യ ഡൽഹിയിലെ എയർഫോഴ്സ് സ്റ്റേഷൻ പ്രദേശത്തോട് ചേർന്നുമുള്ള ഏകദേശം 100 ഏക്കർ പ്രൈം ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. റേസ് ക്ലബിന് പുറമെ 15 ഏക്കർ വിസ്തൃതിയുള്ള ജയ്പൂർ പോളോ ഗ്രൗണ്ടിനും സമീപത്തുള്ള 3 ജുഗി ജോപ്റ്റി ക്ലസ്റ്ററുകൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കൂടാതെ ജവഹർലാൽ നെഹ്റുവിനെ ദഹിപ്പിച്ച ശാന്തിവനം, ഇന്ദിരാഗാന്ധിയെ ദഹിപ്പിച്ച ശക്തിസ്ഥൽ, രാജീവ് ഗാന്ധിയെ ദഹിപ്പിച്ച വീർഭൂമി, അതോടൊപ്പം സഞ്ജയ് ഗാന്ധിയെ ദഹിപ്പിച്ച സഞ്ജയ് ഗാന്ധി സ്മൃതി വനം എന്നിവ ഒഴിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ മരിക്കുന്ന സമയത്ത് ഒരു സ്ഥലം ഇവർ ഏറ്റെടുക്കും. ആ സ്ഥലത്ത് കൊണ്ട് ആ വ്യക്തിയെ അടക്കം ചെയ്യും. അതിനുശേഷം അവിടെ ആ വ്യക്തിയുടെ പേരിലായിരിക്കും പിന്നെ ആ സ്ഥലം മുഴുവനും അറിയപ്പെടുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ കൈവശത്ത് അങ്ങനെ 10-20ഓളം സ്ഥലങ്ങൾ അവർ ഓരോ ആൾ മരിക്കുമ്പോഴും ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്, അവർ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കോൺഗ്രസ് വിട്ടു നൽകിയാൽ അത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, അവിടെ വലിയൊരു വികസനം കൊണ്ടുവരുന്ന രീതിയിൽ, ബഹുനില മന്ദിരങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട് അത് വലിയ രീതിയിൽ സഹായിക്കും. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നോട്ടീസ് നൽകി അതിന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആസൂത്രണത്തിനും വികസനത്തിനും ഭൂമി അത്യാവശ്യമാണ്. ഡൽഹിയിലെ ഭൂമി എല്ലാം ഈ കുടുംബത്തിലെ ആൾക്കാരെ ദഹിപ്പിച്ചതിന്റെ പേരിൽ സ്മാരകമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഭൂമി ഏറ്റെടുത്ത് ഇവയൊക്കെ മാറ്റി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് ഉദ്ദേശമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സർക്കാരും റേസ് ക്ലബും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു പുതിയതല്ല. ആദ്യത്തെ പ്രധാന തർക്കം 1999 ഒക്ടോബർ 25 ആരംഭിച്ചതായാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ വാടക വർദ്ധിപ്പിച്ചതും കൈവശപ്പെടുത്തിയതുമായ ഭൂമിയുമായി ബന്ധപ്പെട്ട പൊതു പരിസരം അനധികൃത താമസക്കാരെ ഒഴിപ്പിക്കാൻ നിയമപ്രകാരം അധികാരികൾ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൂടെ ഡൽഹിയിലെ കണ്ണായ പ്രദേശത്ത് 20 ഏക്കർ ഭൂമി വർഷം, അതായത് 1000 രൂപ വാടകയിലാണ് നടന്നതെന്ന് സൂചനയുമുണ്ട്. അവിടെ സാധാരണക്കാർക്ക് പ്രവേശനമില്ല. സാധാരണക്കാരന് പ്രവേശനം വേണമെങ്കിൽ 25 ലക്ഷം രൂപ കൊടുത്ത് വർഷങ്ങളോളം കാത്തിരിക്കണം. രാഹുൽ ഗാന്ധിയുടെ ബന്ധുക്കളും മറ്റ് കോൺഗ്രസ് ഉന്നത നേതാക്കളും തറവാട്ട് സ്വത്ത് പോലെ കരുതിയിരുന്ന ഇടമാണിത്. ജിംഖാന എന്നത് ഒരു പേര് മാത്രം. 20 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 7 സ്റ്റാർ ഹോട്ടലുകൾ വരെ വെല്ലുന്ന, അല്ലെങ്കിൽ അവർ വരെ തോറ്റുപോകുന്ന രീതിയിലുള്ള ആഡംബരങ്ങൾ നിറഞ്ഞ ഒരു ജിംഖാനയാണ് ഡൽഹിയിലുള്ളത്. രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും അഭിമാനകരമായ ക്ലബ്ബുകളിലൊന്നായ ഡൽഹി ജിംഖാന ക്ലബ്ബ് സർക്കാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇതിനെപ്പറ്റി ഒരു വാർത്ത ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ വാർത്ത വായിക്കുന്ന ഈ നിമിഷം വരെ 1913 സ്ഥാപിതമായ ഈ ക്ലബ്ബ് വെറും ഒരു ക്ലബ്ബ് മാത്രമല്ല, അധികാരത്തിന്റെ ഇടനാഴികളെ ഒത്തുചേരൽ കേന്ദ്രം കൂടിയാണ്. എന്നാൽ സുരക്ഷാ വികസന ആവശ്യങ്ങൾക്കായി ഈ 20 ഏക്കർ ഭൂമി സർക്കാർ തിരികെ പിടിക്കുമ്പോൾ അത് ബ്രിട്ടീഷ് കൊളോണിയൽ ശൈലിയിലുള്ള ഇത്തരം ക്ലബ്ബുകളുടെ അന്ത്യത്തിന്റെ സൂചനയായി നമുക്കത് കാണാം. കുറച്ച് നിമിഷത്തിന് മുമ്പ് കോടികളുടെ വിലയുള്ള, അതായത് ഒരു സിറ്റിംഗിൽ കോടികൾ എണ്ണി വാങ്ങിക്കുന്ന സുപ്രീം കോടതി വക്കീലായ അഭിഷേക് സിംഗ്വി ഡൽഹി ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി കൊടുത്തുവെങ്കിലും കോടതി അത് പരിഗണിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഡൽഹി ജിംഖാന സർക്കാർ ഏറ്റെടുക്കൽ നടപടി അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കൂടാതെ ഡൽഹി റോസ് ക്ലബ്ബ്, കൂടാതെ ഡൽഹി പോളോ ക്ലബ്ബ് എന്നിവയെല്ലാം കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസുകൾ നൽകിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ലബ്ബുകളുടെ ഭൂമി പ്രതിരോധ ആവശ്യങ്ങൾക്കും പൊതുസുരക്ഷയ്ക്കും വേണ്ടി സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം.